ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റിലെ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ആക്കി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് അവിടെ സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു ഇമേജ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു ഇമേജ് എടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളഞ്ഞ് നമുക്ക് വെക്കേണ്ട ഒരു പൊസിഷനിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഇമേജ് വെച്ചിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ടിന് കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഞാൻ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് ഒരു നല്ലൊരു ഇമേജ് നോക്കിയെടുക്കുകയാണ്. ഒരു ബ്ലറി പിങ്ക് ഇമേജാണ് നോക്കിയെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റിൽ എടുത്ത് വെച്ച ഇമേജ് ഒന്ന് ബ്ലറായി കാണും. അപ്പോൾ നമുക്ക് അവിടെ ഇറേസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫോട്ടോയിൽ വന്നിട്ടുള്ള എല്ലാം നമുക്ക് ഇതുപോലെ ഇറേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം എടുത്ത് വേണം ചെയ്യാൻ. നല്ല ക്ലാരിറ്റിയിലും ക്ലിയറിലും നല്ല ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് ഫുള്ളൊന്ന് ഇറേസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി ടെക്സ്റ്റാണ് ചെയ്യേണ്ടത്. അപ്പം ടെക്സ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഞാൻ നമ്മുടെ തംബ്നെയിൽ പോലെ തന്നെ തംബ്നെയിൽ എഡിറ്റിംഗ് എന്നാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ തംബ്നെയിൽ എഡിറ്റിംഗ് അവിടെ വെക്കുക. ഞാൻ ബോർഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയത്, പിന്നീടാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് ബോർഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തംബ്നെയിൽ എഡിറ്റിംഗ് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് എടുത്ത് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് എടുത്ത് അതാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും സ്റ്റിക്കേഴ്സ് എടുത്ത് നമുക്ക് ആ തംബ്നെയിൽ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പോർഷൻ പോലും തംബ്നെയിൽ ഒരു പോർഷൻ ഫ്രീ ആയിട്ട് കിടക്കുക, ഇതെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് ഒരു അട്രാക്റ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സ്റ്റിക്കേഴ്സ് നമുക്ക് അതിനകത്ത് സെർച്ച് ചെയ്തെടുത്ത് ആ തംബ്നെയിൽ ഫുള്ളൊന്ന് ഇതാക്കി എടുക്കണം. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇപ്പോഴാണ് ബോർഡർ വെക്കുന്നത്. ആ ഒരു ഇമേജിന് ബോർഡറും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അല്ലെങ്കിൽ നേരത്തെ വെട്ടി ഒട്ടിച്ച പോലെ ഇരിക്കും. അതൊന്ന് മാറാൻ വേണ്ടിയാണ് ഈ ബോർഡർ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അവിടെ പഴയ പോലെ ആ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അത് നാക്കി കൊടുക്കുക. അപ്പോൾ അത് പിന്നെയും വെക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ബ്ലർ വരുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് ഇറേസ് ചെയ്ത് കുറച്ച് ടൈം എടുത്ത് തന്നെ ഒന്ന് ഇറേസ് ചെയ്ത് നല്ല ക്ലിയറിൽ കിട്ടുന്നത് നോക്കി അത് ഫുൾ ആ ബോർഡറും എല്ലാ കാര്യവും ഒന്ന് ഇറേസ് ചെയ്തെടുക്കുക. ആ വൈറ്റ് പോർഷൻ വന്നിട്ടുള്ളതിലും അല്ലാതെ ആ ഇമേജിലും ഉള്ളതെല്ലാം ഒന്ന് ബ്ലർ ചെയ്തെടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്ലാരിറ്റിയും ക്ലിയർ ആയിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഒന്ന് ഇതാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അതിന് ശേഷം നമുക്കവിടെ വേണ്ടത് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ സ്റ്റിക്കേഴ്സിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് നമുക്കവിടെ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു ലവിൻ്റെ ഒരു ഇതെടുത്തിട്ട് ആ ഇമേജിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഷേപ്പ് നമുക്ക് വേണം. താഴത്തൊരു ചെറിയൊരു ബോക്സ് പോലെ ആക്കി അവിടെ നമുക്ക് വെക്കാവുന്നതാണ്. ബെസ്റ്റ് എഡിറ്റിംഗ് തംബ്നെയിൽ എഡിറ്റിംഗ് ആപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ പിന്നെ ടെക്സ്റ്റിൽ പോയിട്ട് അവിടെ ബെസ്റ്റ് തംബ്നെയിൽ എഡിറ്റിംഗ് ആപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, ആ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇച്ചിരി ഒരു സ്മോൾ ആക്കിയിട്ട് നമുക്ക് ആ ഒരു ബോക്സിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പേസ് പോലും വിടാതെ ഫുള്ള് തംബ്നെയിൽ അട്രാക്റ്റീവായിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ പിന്നെ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് ക്യൂട്ടൺ സെർച്ച് ചെയ്ത് അതിന് ക്യൂട്ടൺ നമുക്ക് നമ്മുടെ ഇതിൽ സെർച്ച് ചെയ്യാം. ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഇവിടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഇപ്പോൾ വാവൊന്ന് അടിച്ചു കൊടുത്ത് ഒരു തംബ്നെയിൽ എഡിറ്റിംഗ് ആ ഒരു ഹെഡിങ് പോലത്തെ ആ ഒരു സംഭവം കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സ്റ്റിക്കേഴ്സിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെയും ടെക്സ്റ്റിൽ പോയിട്ട് ക്രിയേറ്റീവ് ഐഡിയാസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ താഴെ ഒന്ന് ഇതാക്കി വെക്കുകയാണ്. കുറച്ചും കൂടെ ആക്കി ഇതിനകത്ത് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം ഇത്ര ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് സ്റ്റിക്കേഴ്സിൽ പോയിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര വേണമെങ്കിലും ഇതാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ നമ്മൾ എഡിറ്റ് ചെയ്ത തംബ്നെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിക്സാർട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.